അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സദഖല്ലാഹു അലീം. പ്രിയമുള്ളവരെ, ഹജ്ജ് അപേക്ഷ സംബന്ധമായ ചില കാര്യങ്ങൾ ഉണർത്തുവാനാണ് ഇപ്പോൾ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഹജ്ജിൻ്റെ അപേക്ഷാ സമർപ്പണം ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ അവസാന തീയതി നിലവിൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് വരുന്ന മാസം 9-ാം തീയതി, അതായത് സെപ്റ്റംബർ 9 വരെയാണ് അപേക്ഷിക്കാനുള്ള സമയമുള്ളത്. അതിനു മുമ്പ് അറിയിച്ചത് പ്രകാരം തന്നെ എല്ലാവരും പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഹജ്ജിന് അപേക്ഷിക്കുന്ന എല്ലാവർക്കും 2026 ജനുവരി 15 വരെ കാലാവധിയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. ഈ പാസ്പോർട്ട് വല്ല കാരണവശാലും ഈ കാലാവധി വരെ പാസ്പോർട്ട് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പുതുക്കണം. ഒരു വർഷത്തിലേറെ കാലാവധിയുള്ള പാസ്പോർട്ട് പുതുക്കുമ്പം അതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തടസ്സം നേരിടാം. അപ്പോൾ വിസ പർപ്പസ് എന്നുള്ള ഓൺലൈനിൽ പാസ്പോർട്ടിന് അപേക്ഷിക്കുമ്പോൾ വിസ പർപ്പസ് എന്നുള്ള ഒരു കോളമുണ്ട്. അത് ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പാസ്പോർട്ട് ഒരു വർഷത്തിൽ കൂടുതൽ കാലാവധി അവശേഷിക്കുന്നുണ്ടെങ്കിലും പുതുക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. പാസ്പോർട്ട് എടുക്കുന്ന സമയത്ത് ഹജ്ജ് പർപ്പസ് ആണെന്ന് പറഞ്ഞവരെ ബോധ്യപ്പെടുത്തിയാൽ മതി. ഏതായാലും പാസ്പോർട്ട് 2026 ജനുവരി 15 വരെ കാലാവധിയുള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കലാണ് ഹജ്ജിനെ അപേക്ഷിക്കുമ്പോൾ ഉണ്ടാവേണ്ട ഒരു കാര്യം. മറ്റൊന്ന്, ഹജ്ജ് കമ്മിറ്റി വഴി ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഹജ്ജ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് നിലവിലെ നിയമം. അതായത് മുമ്പ് ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ അവർക്ക് ഹജ്ജ് കമ്മിറ്റി വഴി വീണ്ടും ഹജ്ജിന് പോകാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതിൽ ഇളവുള്ളത് ഏതെങ്കിലും സ്ത്രീകൾക്ക് മെഹറമായി പോകാൻ, അതായത് ഒരു പുരുഷൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഭാര്യ, മകൾ അല്ലെങ്കിൽ സഹോദരി, ഉമ്മ, അങ്ങനെ ആരെങ്കിലും അവർക്ക് മെഹറമായി പോകാൻ പറ്റുന്ന ആരെങ്കിലും ഉള്ള ഒരു സ്ത്രീക്ക്, ഇവരല്ലാതെ വേറെ ആരും മെഹറമില്ലെങ്കിൽ അങ്ങനെയുള്ള പുരുഷന് മെഹറമായി പോകാം. അതുപോലെ തന്നെ 65 വയസ്സിന് മുകളിൽ ഉള്ളവർക്ക് ഒരു സഹായ നിർബന്ധമാണ്. അങ്ങനെ സഹായിയായി പോകുന്ന ആൾക്കും ഈ മുമ്പ് ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കാറ്റഗറിയിൽ അപേക്ഷിക്കാം. ഇതാണ് അപേക്ഷിക്കാനുള്ള പ്രഥമ മാനദണ്ഡം. മറ്റൊരു കാര്യം, വ്യത്യസ്ത കാറ്റഗറിയിലായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതിലൊന്ന് ജനറൽ കാറ്റഗറിയാണ്. അതിൽ എല്ലാവർക്കും അപേക്ഷിക്കാം. അതിൽ ഒരു പുരുഷൻ കവർ ഹെഡായിട്ട് ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ ഒരു കാറ്റഗറി റിസർവ് എ, അല്ലെങ്കിൽ 65 വയസ്സോ അതിന് മുകളിലോ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്ന ഒരു കാറ്റഗറിയാണ്. 9/9/2024 65 വയസ്സ് പൂർത്തീകരിച്ച ആളുകൾക്ക് ഹജ്ജിന് അപേക്ഷിക്കണമെങ്കിൽ അവർക്ക് കൂടെ ഒരു സഹായി ഉണ്ടായിരിക്കണം. ആ സഹായി അവരുടെ അടുത്ത ബന്ധുക്കളായിരിക്കണം. അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, മകൻ, മകൾ, മരുമക്കൾ, പേരമക്കൾ, സഹോദരന്മാർ, സഹോദരിമാർ, അങ്ങനെ കുറേ ബന്ധങ്ങൾ പറയുന്നുണ്ട്. ആ ബന്ധത്തിലുള്ള ആളുകൾ സഹായിയായിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ കാറ്റഗറിയിൽ അപേക്ഷിക്കാൻ പാടുള്ളൂ. അങ്ങനെ അപേക്ഷിക്കുന്ന ആളുകൾക്ക് വയസ്സിൻ്റെ ഒരു നിബന്ധനയുണ്ട്. മുൻ വർഷങ്ങളിൽ അപേക്ഷിച്ച് അവർക്ക് വയസ്സ് ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുണ്ട്. 65 വയസ്സിന് മുകളിലുള്ള ആളുകൾ അപേക്ഷിക്കുമ്പോൾ ഒരു സഹായി ഉണ്ടാകണമെന്നും ആ സഹായിക്ക് 18 വയസ്സ് പൂർത്തീകരിച്ചിരിക്കുന്ന ആ സഹായിക്ക് 18 വയസ്സുണ്ടായിരിക്കണം. പക്ഷേ 60 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടാകാനും പാടില്ല. ഇത് ഹജ്ജ് കമ്മിറ്റി നിഷ്കർഷിക്കുന്ന ഒരു നിയമമാണ്. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ 65 വയസ്സിന് മുകളിലുള്ള കാറ്റഗറിയിൽ 65-ആവാം, 70-ആവാം, അതിൻ്റെ മുകളിൽ എത്രയും ആവാം, ഈ കാറ്റഗറിയിൽ അപേക്ഷിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹജ്ജ് കമ്മിറ്റി പറഞ്ഞ നിയമമാണ് 60 വയസ്സ് വരെയുള്ള ആളുകൾക്ക് സഹായി ആകാമെന്നുള്ളത്. പക്ഷേ നിങ്ങളുടെ ശാരീരിക സ്ഥിതിയും നിങ്ങൾക്കൊരാളുടെ സഹായം നിങ്ങളുടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനും അവിടെയുള്ള യാത്രക്കൊക്കെ ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ ശാരീരിക ക്ഷമതയെക്കുറിച്ച് നിങ്ങൾക്ക് നല്ലവണ്ണം ബോധവാന്മാരാണ്. അതുകൊണ്ട് നിങ്ങൾ സഹായിയെ തിരഞ്ഞെടുക്കുമ്പം ഒരിക്കലും, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ഹജ്ജ് കമ്മിറ്റിയുടെ നിയമത്തിനെതിരായി പറയുകയല്ല, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നിങ്ങൾ 45 വയസ്സിൽ കവിഞ്ഞ ഒരാളെ നിങ്ങൾ സഹായിയായി എടുക്കരുത്. കാരണം അവരുടെ കാര്യം നോക്കുന്നതോടൊപ്പം നിങ്ങളുടെ കാര്യം ചെയ്യാൻ പോലും കൂടി പറ്റുന്ന ഒരാളെ വേണം നിങ്ങൾ സഹായിയായി എടുക്കാൻ. ഹജ്ജ് കമ്മിറ്റി നിയമപ്രകാരം നിങ്ങൾക്ക് 60 വയസ്സുള്ള ഒരാൾ വരെ സഹായിയായി എടുക്കാം. ഓരോരുത്തരുടെ ആരോഗ്യനില വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് ചില ആളുകൾ 60 വയസ്സിൽ തന്നെ
വളരെ പ്രയാസം നേരിടുന്ന ആളുകളുണ്ടാവും, നടക്കാനും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ചില ആളുകൾ 75 വയസ്സായാലും അവരുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായി ചെയ്യാൻ വളരെയേറെ കഴിവുള്ള ആളുകളായിരിക്കും, വളരെയേറെ ആരോഗ്യമുള്ള ആളുകളായിരിക്കും. പക്ഷേ ഹജ്ജ് കമ്മിറ്റിയുടെ നിയമം 65 വയസ്സ് കഴിഞ്ഞാൽ അവർക്കൊരു സഹായി വേണം. ആ സഹായിക്ക് 60 വയസ്സ് കവിയാൻ പാടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് ശാരീരിക വിഷമങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, നിങ്ങൾക്കറിയാം ഒരുപാട് യാത്രകളുണ്ടാവും. മിന, അറഫ, മുസ്തലിഫ തുടങ്ങിയ യാത്രകൾക്കൊക്കെ തവാഫ് ചെയ്യാനും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ചെയ്യാനൊക്കെ ശാരീരികമായി ഒരുപാട് ആരോഗ്യം ആവശ്യമുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ചെയ്യാൻ സഹായി ആവശ്യമാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും 45 വയസ്സിന് താഴെയുള്ള ഒരാളെ മാത്രമേ സഹായിയെ എടുക്കാവൂ. അതിനനുസരിച്ച് വേണം നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനെന്നുള്ള ഒരു തികച്ചും വ്യക്തിപരമായ അഭിപ്രായം മുൻ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ. കഴിഞ്ഞ വർഷം വരെ ഹജ്ജിന് പോയിട്ട് ഈ കാറ്റഗറിയിൽ പോയിട്ട് ദുരിതം അനുഭവിച്ച ഒരുപാട് ഹാജിമാരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പറയുന്നത്. അത്തരത്തിലുള്ള ആളെ നിങ്ങൾ സഹായി എടുക്കാവും. മറ്റൊരു കാറ്റഗറി വിഭാഗമുള്ളത് ലേഡീസ് വിത്തൗട്ട് മെഹറം എന്നാണ്. ഈ ലേഡീസ് വിത്തൗട്ട് മെഹറം എന്ന് പറയുന്നതിൻ്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ അതിൻ്റെ സമീക്ഷ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പുരുഷന്മാരായിട്ട് യാത്ര ചെയ്യാൻ ഒരു മെഹറം ലഭ്യമല്ലാത്ത ആളുകൾക്ക് പോകാമെന്നാണ് പറയുന്നത്. അത് 4 സ്ത്രീകൾ കൂടിയാൽ മെഹറമാകുമെന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അതിൻ്റെ മതപരമായ വിധികളെ കുറിച്ചിട്ടോ അതിൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെയും ഹജ്ജ് കമ്മിറ്റിയുടെ നിയമം പറയുന്നത് നിങ്ങൾക്ക് ലേഡീസ് വിത്തൗട്ട് മെഹറം ഇല്ലാത്ത ഒരു സ്ത്രീക്ക് അപേക്ഷിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെ ലേഡീസ് വിത്തൗട്ട് മെഹറം കാറ്റഗറിയിൽ അപേക്ഷിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് 45 വയസ്സ് തികഞ്ഞിരിക്കണം. അതേപോലെ നിങ്ങൾക്ക് ആ കാറ്റഗറിയുള്ള ആളുകൾക്ക് 45 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ സ്ത്രീകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല, അങ്ങനെ അപേക്ഷിക്കുന്ന കാറ്റഗറിയിൽ 65 വയസ്സുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഒരു സഹായി നിർബന്ധമാണ്. ആ സഹായിക്ക് ഇതുപോലെ 45നും 60നും ഇടക്ക് പ്രായമേ പറ്റുകയുള്ളൂ. അതായത് ഈ ലേഡീസ് വിത്തൗട്ട് മെഹർ എന്നുള്ള കാറ്റഗറിയുള്ള നേരത്തെ പറഞ്ഞു, റിസർവ് എ 65 വയസ്സുള്ള റിസർവ് എ കാറ്റഗറിയിൽ അപേക്ഷിക്കുന്ന ആളുകൾക്ക് 18 മുകളിലുള്ള ആളെ സഹായിയായി കൂട്ടാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ലേഡീസ് വിത്തൗട്ട് മെഹറം കാറ്റഗറി, പുരുഷന്മാരില്ലാത്ത ലേഡീസ് മാത്രമുള്ള കവറിൽ അപേക്ഷിക്കുന്ന ലേഡീസിന് 65 വയസ്സ് കഴിഞ്ഞ ലേഡീസിന് സ്ത്രീകൾക്ക് സഹായിയായെന്ന് പോകുന്ന ആളുകൾക്ക് മിനിമം 45 വയസ്സുണ്ടായിരിക്കണം. അവർക്കും 60 വയസ്സ് കവിയാൻ പാടില്ല. അവിടെയും ഞാൻ പറയുന്നത്, അങ്ങനെയുള്ളൊരു സഹായിയെ നിങ്ങൾ സ്വീകരിക്കുമ്പോൾ പരമാവധി 45 വയസ്സുള്ള അല്ലെങ്കിൽ 45നും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളെ മാത്രമേ നിങ്ങൾ സഹായിയായി വെക്കാവൂ. കാരണം നിങ്ങളുടെ കാര്യങ്ങൾ പരിപൂർണമായി നോക്കാൻ അവർക്ക് കഴിയണം. അത്തരത്തിലുള്ള ഒരാളെ നിങ്ങൾ സഹായിയായി വെക്കാൻ പറ്റുകയുള്ളൂ. മറ്റൊന്ന്, ഇതിലെ നിയമങ്ങൾ പറയുന്നത്, നിങ്ങളതിന് പ്രത്യേകിച്ച് എനിക്ക് വേറെ ജീവിതത്തിൽ മെഹറം ലഭ്യമല്ല എന്നുള്ള ഒരു അഫിഡവിറ്റോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് മെഹറമില്ലാത്ത ഒരവസ്ഥ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നല്ലോണം സൂക്ഷിച്ച് വേണം ഇത് ദീനീപരമായ ഹജ്ജിൻ്റെ കർമ്മം ചെയ്യുക. അതായത് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നായ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഹജ്ജ്. അതിന് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ നിങ്ങളുടെ മെഹറമായ ആണിൻ്റെ കൂടെ പോകലാണ് എല്ലാ അർത്ഥത്തിലും ഉത്തമം. അത് മതപരമായി മാത്രമല്ല, അതിലുപരിയായി നിങ്ങൾക്ക് അവിടെയുള്ള കർമ്മങ്ങൾ ചെയ്യാനും അവിടെ ഒരുപാട് യാത്രകൾ ചെയ്യാനും അതാണ് ഏറ്റവും ഉത്തമം. കാരണം മുൻ വർഷങ്ങളിലൊക്കെ ലേഡീസ് വിത്തൗട്ട് മെഹറം കാറ്റഗറിയിൽ പോയിട്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെട്ടിട്ടുണ്ട്. കാരണം നിങ്ങൾ അവിടെ പോയാൽ ചില സ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനം ഉണ്ടാവുകയുള്ളൂ. ആ സ്ത്രീകൾക്ക് മാത്രം അനുവദിക്കുന്ന സ്ഥലത്ത് പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പ്രയാസം നേരിടാറുണ്ട്. പുരുഷന്മാർക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ പരമാവധി, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, ശ്രദ്ധിക്കേണ്ടത്, മെഹറം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ട്, നമുക്കെല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് ആ മെഹറത്തിൻ്റെ കൂടെ യാത്ര ചെയ്യലാണ് ഇസ്ലാമികപരമായിട്ടും, ഞാൻ മനസ്സിലാക്കുന്ന രീതിയിൽ ഇസ്ലാമികപരമായിട്ടും അതിലുപരി പ്രായോഗികപരമായിട്ടും നല്ലത്. അതുകൊണ്ട് ലേഡീസ് വിത്തൗട്ട് മെഹറം എന്ന കാറ്റഗറിയിൽ അപേക്ഷിക്കുമ്പോൾ ഒരുപാട് സൂക്ഷിച്ച് വേണം അപേക്ഷിക്കാൻ. ഇത്രയും കാര്യങ്ങളാണ്. മറ്റൊന്ന് ജനറൽ കാറ്റഗറിയാണ്, അതിലെല്ലാവർക്കും അപേക്ഷിക്കാം. ഈ കവറിൽ ഇങ്ങനെ അപേക്ഷിക്കുമ്പം ഇനി ഒരുമിച്ച് അപേക്ഷിക്കേണ്ട ആളുകൾക്ക് ഒരുമിച്ച് അപേക്ഷിക്കാം, അല്ലെങ്കിൽ ഒറ്റയ്ക്കും വേണമെങ്കിൽ ഒരാൾക്ക് അപേക്ഷിക്കാം. അതിലുള്ള നിയമങ്ങൾ പറയുമ്പം ഇനിയുള്ള എൻ്റെ സംസാരത്തിലൊക്കെ ഒരു കവറിലെ അംഗങ്ങൾ എന്നൊക്കെ പറയും. അത് ഒരു ഗ്രൂപ്പിനാണ് ഹജ്ജ് കമ്മിറ്റി ഒരു കവർ എന്ന് പറയുന്നത്. അതായത് ഒരുമിച്ച് അപേക്ഷിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു കവറായിട്ടാണ്, ഒരു കവർ നമ്പറാണ് അസൈൻ ചെയ്യുക. അതായത് നിങ്ങളുടെ ഒരു ഗ്രൂപ്പിന് ഒരു കവർ നമ്പർ, നിങ്ങളെ ഐഡൻറ്റിഫിക്കേഷനായിട്ട് ഒരു നമ്പർ അറിയിക്കും. അത് കവർ നമ്പർ എന്നാണ് പറയുക. അതുകൊണ്ട് ഇനി ഒരുമിച്ച് പോകുന്ന ആളുകൾക്കൊക്കെ കവർ നമ്പർ എന്നുള്ള വാക്കാണ് ഞാനും ഉപയോഗിക്കുക. അങ്ങനെ ഒരുമിച്ച് അപേക്ഷിക്കുന്ന ആളുകൾക്ക് 5 ആളുകൾക്ക് വരെ ഒരുമിച്ച് അപേക്ഷിക്കാം.
അത് നിങ്ങൾക്ക് ഒരാൾക്ക് അപേക്ഷിക്കാം, രണ്ടാൾക്ക് അപേക്ഷിക്കാം, മൂന്നാൾക്ക് അപേക്ഷിക്കാം, നാലാൾക്ക് അപേക്ഷിക്കാം, അഞ്ചാൾക്ക് അപേക്ഷിക്കാം. അങ്ങനെ 1 മുതൽ 5 വരെ ആളുകൾക്ക് എത്ര ആളുകൾക്കും വേണമെങ്കിലും അപേക്ഷിക്കാം എന്നുള്ളതാണ് ഹജ്ജ് കമ്മിറ്റിയുടെ നിലവിലുള്ള നിബന്ധനകളിൽപ്പെട്ടത്. ഇങ്ങനെ അപേക്ഷിക്കുമ്പോൾ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത്, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പലരും ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടോ എന്നറിയില്ല. ഹജ്ജിൻ്റെ നിങ്ങളറിയാലോ, ഹജ്ജിന് പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ മക്കത്തും മദീനത്തൊക്കെ താമസം ഉണ്ടാകും. അതിൽ മക്കത്ത് ഏകദേശം നിങ്ങൾ ഒരു മാസത്തോളം കാലം നിങ്ങൾ മക്കത്ത് താമസിക്കേണ്ടി വരും. വിവിധ സ്ഥലങ്ങളിലായിട്ടാണെങ്കിൽ പോലും മക്കത്ത് താമസിക്കേണ്ടി വരും. ഈ മക്കത്ത് താമസിക്കുന്ന സമയത്ത്, മക്കയിൽ താമസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭ്യമാകുന്ന റൂമുകൾ, ഞാനിപ്പം ഈ വർഷം അവിടെ അത് ചെയ്യുന്ന ആളുകളായിട്ട് മിനിയാന്നും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ റൂമുകൾ 4 ആളുകൾക്ക് താമസിക്കാവുന്നതും 5 ആളുകൾക്ക് താമസിക്കാവുന്നതും റൂമുകളാണ് മക്കത്തെ ബിൽഡിങ്ങുകളിൽ നിങ്ങൾക്ക് താമസിക്കാൻ അസീസിയയിൽ ഒരുക്കിയുള്ള ബിൽഡിങ്ങുകളിൽ ഏറ്റവും കൂടുതൽ ലഭ്യമായത്. അതായത് ഒന്നുകിൽ 4 ആളുകൾക്ക് താമസിക്കാവുന്ന റൂമുകൾ, അല്ലെങ്കിൽ 5 ആളുകൾക്ക് താമസിക്കാവുന്ന റൂമുകൾ. ഇതെന്തിനാണ് ഇപ്പോൾ അപേക്ഷിക്കുമ്പോൾ തന്നെ പറയുന്നതെന്ന് വെച്ചാൽ പല ആളുകളും ഇവിടുന്ന് ഭാര്യയും ഭർത്താവും മാത്രം അപേക്ഷിക്കും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ലഭ്യത അനുസരിച്ച് നിങ്ങൾക്ക് 4 ആളുടെ റൂമായിരിക്കും നിങ്ങൾക്ക് തരിക. അപ്പോൾ നിങ്ങളൊരു ഭാര്യയും ഭർത്താവും, ഇതുപോലെ വേറൊരു ഭാര്യയും ഭർത്താവും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ അവർക്ക് പരസ്പരം ഒരു ബന്ധമോ കാര്യങ്ങളോ ഇല്ലാത്ത ആളുകൾക്ക് ഒരുമിച്ച് താമസിക്കുമ്പോൾ നിങ്ങൾക്കറിയാമോ, പ്രത്യേകിച്ചും ഇസ്ലാമിക രീതിയിൽ അതൊക്കെ ഒരുപാട് പ്രയാസപ്പെടും. അതുകൊണ്ട് ഇവിടുന്ന് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ തന്നെ 9-ാം തീയതി വരെ സമയമുണ്ട്. നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ കവറിൽ നിങ്ങൾ 4 or 5 ഉള്ള നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ അടുത്ത കുടുംബങ്ങളോ ആയിട്ടുള്ള ആളുകൾ ഒരുമിച്ച് യാത്ര ചെയ്യൽ നിങ്ങൾക്ക് വളരെ സുഖമുള്ള, നിങ്ങൾ അടുത്ത ബന്ധുക്കളായിട്ടുള്ള ആളുകളോ അടുത്ത കുടുംബക്കാരോ ആയിട്ടുള്ള ആളുകൾ 4 പേരോ 5 പേരോ ഒരു കവറിലുണ്ടായാൽ നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ പിന്നീട് ഇങ്ങനത്തെ പുതിയൊരാൾ വന്നിട്ട് നിങ്ങളുടെ റൂമിൽ താമസിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നതും ഈ കവറിൻ്റെ എണ്ണം 4 or 5 ആക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഉപകാരം കൂടി ഉണ്ടാവും. പിന്നീട് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ റൂമിൽ യാത്രക്ക് ഒരുമിച്ചാക്കണമെങ്കിൽ അതിന് പിന്നെ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം, പക്ഷേ അത്ര സുഖമല്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഹജ്ജിന് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ ഒരു കവറിൽ പരമാവധി 4 ആളുകളോ 5 ആളുകളോ ആയാൽ നിങ്ങൾക്ക് അവിടെ താമസ സൗകര്യം ഒരു റൂമിലായി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് താമസത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഹജ്ജിൻ്റെ അപേക്ഷ ഞാൻ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു. 9-ാം തീയതിയാണ് അവസാന തീയതി. ഹജ്ജിന് അപേക്ഷിക്കാൻ വേണ്ടത് പ്രധാനമായും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പാസ്പോർട്ടാണ്. പിന്നെ നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, വെള്ള ബാക്ക്ഗ്രൗണ്ടുള്ള കളർ ഫോട്ടോ നിങ്ങളുടെ വേണം. പിന്നെ 3-ാമതായിട്ട് വരേണ്ടത് ഈ കവറിലുള്ള കവർ ഹെഡ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ, നമ്മളെ കവറിൽ ഒരു പുരുഷനാണ് കവർ ഹെഡായിട്ട് ഉണ്ടാവേണ്ടത്. അയാളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, അത് ഒരു ചെക്കിൻ്റെ കോപ്പി ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്ബുക്കിൻ്റെ കോപ്പി ആവാം. ആ ഡീറ്റെയിൽസ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. ഓരോ ഹാജിൻ്റെയും ഹജ്ജമ്മയുടെയും അല്ലെങ്കിൽ ഹജ്ജിന് പോകുന്ന എല്ലാ അപ്ലിക്കൻസിൻ്റെയും അപേക്ഷകരുടെയും ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. തുടർന്ന് ഇതിനോട് കൂടി തന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ മുമ്പൊരു ഈ കാര്യം ചെയ്ത് പറഞ്ഞു വെച്ചാൽ ചില സമയത്ത് ഇതിന് തുടർന്നുള്ള പണമടവിനൊക്കെ പാൻ കാർഡ് ആവശ്യമുണ്ടാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ കവറിലുള്ള പണം അടക്കുന്ന ഏതെങ്കിലും ഒരാളുകൾക്ക് പാൻ കാർഡ് ഉണ്ടാവുന്നത് ഇപ്പോൾ അപേക്ഷേൻ്റെ സമയത്ത് അത് ആവശ്യമില്ല, പക്ഷേ പിന്നീട് അത് ആവശ്യമായി വരും. അതുകൊണ്ട് ഒരു പാൻ കാർഡിനുള്ള നടപടിക്രമങ്ങൾക്ക് അവരിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് പാൻ കാർഡ് ഉണ്ടാവുന്നത് നല്ലതാണ്. ഇനി അതില്ലെങ്കിലും പണം അടയ്ക്കാൻ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ അത് മാൻഡേറ്ററി അല്ല, പക്ഷേ അത് നോക്കാം. രണ്ടാമതൊരു കാര്യം, പോകുന്ന ആളുകളുടെ നേരത്തെ പറഞ്ഞു ബ്ലഡ് ഗ്രൂപ്പ് എല്ലാവരും അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഹജ്ജിന് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ടത്. ഇനി ഹജ്ജിൻ്റെ അപേക്ഷ പൂരിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളൊന്നും നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങളുടെ കവറിൽ 1 ആവാം 5 വരെയുള്ള ആളുകളാവാം, പക്ഷേ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, 5 ആളുകളാവാം. ഏത് കാറ്റഗറിയിലാണ് കൊടുക്കുന്നതെന്നുള്ളത്, ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും 5 വരെയുള്ള ആളുകൾക്ക് കൊടുക്കാം. 65 വയസ്സ് കാറ്റഗറിയിലുള്ള ആളുകൾക്കാണെങ്കിൽ 65 വയസ്സുള്ള ആളുടെ കൂടെ ഒരു സഹായി നിർബന്ധമായിട്ടുണ്ടാവണം. ആ 65 വയസ്സ് കാറ്റഗറിയിൽ കൊടുക്കുകയാണെങ്കിൽ അതിലും ഒരു ആൾ പുരുഷനായിട്ട് കവർ ഹെഡായിട്ടുണ്ടാവണം. അങ്ങനത്തെ ആളുകൾക്കാണ് കൊടുക്കാൻ പറ്റുക. ആ പുരുഷൻ്റെ സഹായിയായിട്ട് അല്ലെങ്കിൽ സ്ത്രീയുടെ സഹായിയായിട്ട്, 65 വയസ്സുള്ള പുരുഷൻ്റെ സഹായിയായിട്ട് സ്ത്രീയാവാം പുരുഷനാവാം, അതേമാതിരി ഈ 65 വയസ്സിൽ കൂടുതലുള്ള സ്ത്രീയുടെ സഹായിയായിട്ട് സ്ത്രീയാവാം പുരുഷനാവാം. അതിൽ ഈ ബന്ധത്തിൽപ്പെട്ട മകനോ മകളോ മരുമകളോ പേരമക്കളോ പറഞ്ഞ കുറേ ബന്ധങ്ങൾ, സഹോദരന്മാരോ സഹോദരിമാരൊക്കെ പറഞ്ഞ ബന്ധത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അവർക്ക് നിയമപരമായിട്ട് 60 വയസ്സിന് താഴെ പറ്റുകയുള്ളൂ. പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, വീണ്ടും ആവർത്തിക്കുകയാണ്, കഴിയുന്നത് 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സിന് ചുവടുള്ള ആളുകളെ നിങ്ങൾ സഹായിയായി വെക്കാവൂ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഹജ്ജ് പരിപൂർണമായും പ്രയാസരഹിതമായി ചെയ്യാൻ പറ്റുകയുള്ളൂ. അപേക്ഷ പൂരിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഈ 3 കാറ്റഗറിയുള്ള ഏതാ കാറ്റഗറി നോക്കുക, ഈ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ പൂരിപ്പിക്കേണ്ട വളരെ ശ്രദ്ധിക്കേണ്ട സംഭവം,
നിങ്ങളൊരു എംബാർക്കേഷൻ പൂരിപ്പിക്കേണ്ട കാര്യമാണ്. എംബാർക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് വിമാനത്തിലാണോ യാത്ര ചെയ്യുന്നത് അത് പൂരിപ്പിക്കേണ്ട കാര്യമുണ്ട്. അത് പൂരിപ്പിക്കുമ്പോൾ കേരളത്തിൽ നിലവിൽ 3 എംബാർക്കേഷനാണുള്ളത്. 3 വിമാനത്താവളങ്ങളിൽ നിന്നാണ് നിങ്ങൾക്ക് പോകാൻ കഴിയുക. 1 കണ്ണൂർ, 2 കോഴിക്കോട്, 3 കൊച്ചി. അപ്പോൾ ഇത് പറയാൻ കാരണം കഴിഞ്ഞ വർഷം കോഴിക്കോടും മറ്റുള്ള കണ്ണൂരും കൊച്ചിയും തമ്മിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് പോയ ആളുകൾ 35,000 രൂപ കൂടുതൽ അടച്ചിട്ടുണ്ട് കണ്ണൂരും കൊച്ചിയുടെയും അപേക്ഷിച്ച്. അതുകൊണ്ട് കഴിഞ്ഞ വർഷം അപേക്ഷിച്ച പലരും പിന്നീട് എയർപോർട്ട് മാറ്റാനുള്ള അപേക്ഷയൊക്കെയായിട്ട് പോയിരുന്നു. പക്ഷേ നിലവിലുള്ള ഹജ്ജ് കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ നിയമം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കൽ ഈ എംബാർക്കേഷൻ വിമാനത്താവളം തിരഞ്ഞെടുത്താൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴേ ഏത് വിമാനത്താവളത്തിൽ നിന്നാണ് പോകുന്നതെന്ന് നിങ്ങളിപ്പോഴേ ഏത് വിമാനത്താവളം തിരഞ്ഞെടുക്കുന്ന ആ വിമാനത്താവളത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. അതോടുകൂടി തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷം അതായത് 2024 ഹജ്ജിന് കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് പോയവർക്ക് കണ്ണൂരിലെയും കൊച്ചിയിലെയും എയർപോർട്ടിൽ നിന്ന് പോയവരേക്കാൾ 35,000 രൂപ കൂടുതലായിരുന്നു. പക്ഷേ 2023 പോയ ആളുകൾക്ക് കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നും പോയ ആളുകളെക്കാളും 1000 രൂപ കുറവായിരുന്നു കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് പോയ ആൾക്കൊക്കെ. അതുകൊണ്ട് ഈ പലരും ഈ 2024 35,000 രൂപ കൂടുതലാണെന്ന് പറഞ്ഞ് കൊച്ചിയിലേക്കോ കണ്ണൂരിലേക്കോ പോവുകയാണെങ്കിൽ ഇനി വരുന്ന തുക എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി ധാരണ ഉണ്ടാക്കി നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാനല്ല. നിയമത്തിൽ ചിലപ്പോൾ നിങ്ങളോട് പറയും, ആരെങ്കിലും അപേക്ഷയിൽ പറയുന്നത് നിങ്ങൾ 35,000 രൂപ കഴിഞ്ഞ വർഷം കോഴിക്കോട് മറ്റേ കണ്ണൂരിനേക്കാളും കൊച്ചിയേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ണൂരോ കൊച്ചിയോ ഇപ്പോൾ മലപ്പുറം കോഴിക്കോടുള്ള ആളുകൾ കണ്ണൂരോ കൊച്ചിയോ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നീട് അത് നിങ്ങൾക്ക് കോഴിക്കോട് പൈസ കുറഞ്ഞാൽ അല്ലെങ്കിൽ കോഴിക്കോട് മറ്റു 2 എംബാർക്കേഷനും സമാനമായാലോ പിന്നീട് നിങ്ങൾക്ക് കോഴിക്കോടേക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് തവക്കുൽ ചെയ്ത് ഏതാണ് ഹയറാണെങ്കിൽ അത് തിരഞ്ഞെടുക്കുക. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നോമിനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ കൊടുക്കണം. അപേക്ഷ കൊടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഈ ഹജ്ജിൻ്റെ അപേക്ഷകരെ പല കാര്യങ്ങളും അറിയിക്കാൻ നോക്കുമ്പം അവിടെ ഫോൺ നമ്പറിൽ വിളിച്ച് അവർ കിട്ടില്ല. പല ആളുകളും ചില ആളുകൾ ഈ അപേക്ഷയിൽ അക്ഷയ സെൻറ്ററിലോ മറ്റേതെങ്കിലും സ്ഥലത്തു നിന്നൊക്കെ കൊടുക്കുമ്പം അവരുടെ ഈ OTP കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് മറ്റ് പലരുടെയും നമ്പർ കൊടുത്തിട്ടാണ് അപേക്ഷ പൂരിപ്പിക്കാറ്. അതേപോലെ നോമിനിയുടെ നമ്പർ ഈ പൂരിപ്പിക്കുന്ന ആളുകൾക്ക് പേപ്പറുകളും ബാക്കി രേഖകളൊക്കെ കൊടുത്തു പോകും. അപ്പോൾ നോമിനിയുടെ ഫോൺ നമ്പറായിട്ട് ഈ പൂരിപ്പിക്കുന്ന ആൾ ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കും. മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങളെ ഫോണിലൂടെയാണ് അറിയിക്കുക. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പർ നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രമേ, ഇന്ന് എല്ലാവർക്കും ഫോൺ ഉണ്ടല്ലോ, പ്രായഭേദമന്യേ എല്ലാവർക്കും ഫോണുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രമാണ് നിങ്ങളുടെ അപേക്ഷയിലും നിങ്ങളുടെ നോമിനിയുടെ ഡീറ്റെയിൽസിന് നിങ്ങൾ കൊടുക്കേണ്ട ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഈ ഫോം പൂരിപ്പിക്കുമ്പോൾ തന്നെ കൊടുക്കേണ്ട വേറൊരു കാര്യം വെച്ചാൽ നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഹജ്ജിന് സെലക്ഷൻ കിട്ടി പോയതിന് ശേഷം അവിടെ എത്തിക്കുകയാണെങ്കിൽ നമ്മൾ ഹജ്ജിൻ്റെ ഭാഗമായി നമ്മൾ അറവ് നടത്തലുണ്ട്. അറവിൽ തന്നെ അറവിൽ ഹദിയുണ്ട്, ഫിദിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അറക്കുന്ന അറിവിനുള്ള ഒരു പണം കൊടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ ഈ കാര്യം അതിന് ഡീറ്റെയിൽഡായിട്ട് പറയാൻ ശ്രമിക്കുന്നതാണ്. ഏതായാലും നിങ്ങളത് ക്ലിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം കഴിഞ്ഞ പ്രാവശ്യം 17,000 രൂപയാണ് ഈ അറിവിനായിട്ട് ഇവിടുന്ന് നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നിങ്ങളിവിടെ ബാങ്കിൽ അടവ് ചെയ്താൽ നിങ്ങൾക്ക് അവിടുന്ന് ഹജ്ജിൻ്റെ നിങ്ങളുടെ അറിവ് അവിടുത്തെ ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് IDB ബാങ്ക് നടത്തിയിട്ട് അതിനൊരു കൂപ്പൺ നടത്തുന്നതിനായിട്ട് നിങ്ങൾക്ക് തരും. അവർ നടത്തിക്കോളും. അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് പിന്നീട് ഒരിക്കൽ പറയാം. എങ്കിലും നിങ്ങൾ അതിനുള്ള ഒരു കോളം ടിക്ക് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ സ്വന്തമായി അറക്കുന്നതാണോ അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റി മുഖേന അല്ലെങ്കിൽ സൗദിയിലെ ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് മുഖേനയാണോ ഇത് അറക്കുന്നതെന്ന് തീരുമാനിച്ചിട്ട് ആ ഒരു കോളം ടിക്ക് ചെയ്യാനുണ്ട്. മറ്റൊന്ന് ജോഫ എന്ന് പറഞ്ഞൊരു കോളം കാണാം. ആ ജോഫ കേരളത്തിൽ പോകുന്ന ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് കേരളത്തിലെ ഹാജിമാരെ സംബന്ധിച്ച് അത് റെലവൻ്റ് അല്ല. അതുകൊണ്ട് നോ എന്ന് കൊടുത്താൽ മതി. ഈ കാര്യമാണ് നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ ഇത് സംബന്ധമായിട്ട് ഒരുപാട് വിഷയങ്ങളുടെ ആളുകൾ പ്രയാസങ്ങൾ നേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ 70 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ജനറൽ കാറ്റഗറിയിൽ അപേക്ഷിക്കാൻ പറ്റുമോ? പിന്നെ ഭർത്താവിന് 70 വയസ്സുണ്ട്, ഭാര്യയ്ക്ക് പക്ഷേ 63 വയസ്സായി, ഏത് കാറ്റഗറിയിൽ അപേക്ഷിക്കേണ്ടതെന്നുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ നിയമത്തിന് ഉള്ളിൽ വരാത്ത, അതായത് 65 വയസ്സിന് മുകളിൽ ഒരാൾക്ക്
അവർ റിസർവ് എ കാറ്റഗറിയിൽ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഈ പ്രത്യേക പരിഗണന കിട്ടേണ്ട അല്ലെങ്കിൽ നറുക്കെടുപ്പ് ഇല്ലാതെ നമുക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കുന്ന ആ ഒരു വിഭാഗത്തിൽ പെടണമെങ്കിൽ നിങ്ങൾക്ക് 65 വയസ്സിന് മുകളിലാണെങ്കിൽ 60-നും താഴെ 18 വയസ്സിന് മുകളിലുള്ള ആളെ സഹായിയാക്കാൻ പറ്റുകയുള്ളൂ. ഭാര്യയും ഭർത്താവുള്ള കേസിലും കാര്യത്തിലൊക്കെ നിലവിൽ അവർക്ക് ഈ കാറ്റഗറിയിൽ അപേക്ഷിക്കാൻ നിർവാഹമില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടേക്കപ്പ് ചെയ്തിട്ട് തീരുമാനമാകേണ്ടതാണ്. ഇനിയൊരു കാര്യത്തിൽ തീരുമാനമാകാനും പ്രയാസമാണ്. അതുകൊണ്ട് നിലവിലുള്ള സംവിധാനം ഉപയോഗിച്ച് അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ തൽക്കാലം പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ നിലവിലുള്ള നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന ആളുകളെ കൂട്ടി ഹജ്ജിന് അപേക്ഷ കൊടുക്കുന്നതായിരിക്കും നന്നാവുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചില അവസരങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും നന്നാവുക. ഇതിലുള്ള സംശയങ്ങൾ ഇൻഷാ അല്ലാഹ് കൂടുതൽ അടുത്ത വീഡിയോയിൽ പറയാൻ ശ്രമിക്കാം. അള്ളാഹു സ്വീകരിക്കുമാറട്ടെ. നിർത്തുന്നു. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.